രവിപുരം. അതിനുവേണ്ടി പോവാണ്. അല്ലേ ചെയ്യാം. ഫസ്റ്റ് വിഷയമായിരുന്നു അവൻ ജനിച്ചു കഴിഞ്ഞിട്ടുള്ള അവന്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനാണ് ഗൈസ്. അപ്പൊ നമ്മൾ പോണത് എങ്ങനെയാണ്? ബൈക്കിലല്ലേ? അപ്പൊ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടി പോകണം. ആ സ്ഥലമാണ് പോണത്. ജോന് വയ്യ. അപ്പൊ അതുകൊണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അമ്മച്ച് വിളിച്ചു തുടങ്ങും. സേനയുടെ അലമ്പ് കാരണം സൈക്കിളിൽ ഇന്ന് ക്ലാസ്സിൽ ഭയങ്കര ടച്ചിങ് ആയിരുന്നില്ല മനസ്സിൽ. എന്തുകൊണ്ട് ചെയ്യാം? അവൻ ടാറ്റ പറഞ്ഞ് കഞ്ഞി കുടിക്കുമെന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ കഞ്ഞി കുടിക്കും, ടാറ്റ അമ്മ. പിന്നെ അവൻ റോഡ് എൻ്റെ ആവണ വരെ അവനിങ്ങനെ പായോണ്ട് എൻ്റെ കൊച്ചിന് എനിക്ക് വിടാനേ തോന്നണ്ടായില്ല. അത് കാരണം സങ്കടത്തിലേക്ക് ഇവിടെ ജോലി എന്താ വയ്യായിക? എനിക്ക് ചെറിയൊരു തൊണ്ടവേനുണ്ട്, ജലദോഷമുണ്ട്, ക്ഷീണം, ബോഡി പെയിൻ, അങ്ങനെ എല്ലാം ഉണ്ട്. തുമ്മല്. അപ്പൊ നമ്മൾ ഇവിടെ വന്ന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതി, വേറൊന്നുമല്ല, സൈക്കോട്ടിന്റെ ബർത്ത്ഡേ ആണ് ഫ്രൈഡേ. അന്നത്തെ ദിവസം ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്നത് പറയുന്നുണ്ട്. ബ്ലഡ് ഒന്നും ഇല്ലാണ്ട് വരൾച്ചല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് നമ്മള് ഫ്രൈഡേ സൈക്കിളിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് പിന്നെ കൂടുതലായിട്ട് സാധാരണ ഞാൻ വന്നൊരു സീസൺ പറയണത്. അതായത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് വരണത്. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് അഡ്മിറ്റ് ആയത്. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ വെച്ചില്ല. കാരണം എനിക്ക് 25th സർജറി ഉണ്ട്. ആൻഡ് ഓൾസോ സൈക്കിളിൻ്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ ഞാൻ ഓണായില്ലെങ്കിൽ എനിക്കറിയാം. പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിവിടെ കട്ട പോസ്റ്റായിട്ട് ഇരിക്കണതാണ്. മണി ഇപ്പോൾ 2 ആയിട്ടുണ്ട്. വീട്ടിലെ ടാസ്ക് വന്നിട്ടുണ്ടെങ്കിൽ സൈക്കിളിനെ വിളിക്കേണ്ട സമയം 3 മണിയാണ്. നമ്മളെന്തായാലും എത്തൂല. അതിപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളടുത്തതാണ് ഗൈസ്. ഇവിടെ വന്നിട്ടുണ്ടെന്ന് നമ്മളെ ക്ഷീണമൊന്നുമില്ല. കിച്ചാനോട് പറയണേ അസുഖമില്ലെങ്കിൽ എന്തിനാ ഹോസ്പിറ്റലിൽ വന്നതിനൊക്കെ ചോദിച്ചു. മുടി സെറ്റ് ചെയ്ത് വെച്ചാൽ ബ്രാസ്റ്റ് മെഡിസിനിലേക്ക് വന്ന ആൾക്കാരാണെങ്കിൽ, ബുക്ക് ചെയ്യാണ്ട് വന്ന ആളുകളാണെങ്കിൽ വളരെ നേരത്തെ വന്നാൽ നേരത്തെ പോകാം. ലേറ്റ് ആയിട്ട് ഇറങ്ങിയാൽ 12 ഒക്കെ കഴിയണമെങ്കിൽ എന്തായാലും ലഞ്ച് ബ്രേക്ക് കിട്ടും. സോ അതനുസരിച്ച് എന്തായാലും ഇറങ്ങും. സൈക്കോട്ടന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. സൈക്കോട്ടന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. നമ്മുടെ ബർത്ത്ഡേ ആണ് ഈ കമ്മിങ് ഫ്രൈഡേ. അതിന് വേണ്ടിയിട്ട് സൈക്കോട്ടന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മള് സൈക്കോട്ടിന് ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ പോകണാണ് ഗൈസ്. കൂടെ സേറമോൾക്കും ഒരു കുട്ടി ഉടുപ്പ് മേടിക്കും. കുട്ടി ഉടുപ്പ് അമ്മക്കും. ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ കാലിയൂരുള്ള സ്ഥലത്ത് വന്നതിനാണ്. സൈക്കിളിനെ കിട്ടണില്ല. സൈക്കിൾ ലാസ്റ്റ് ഇവിടുന്ന് ജോ ഇരുന്ന നീ ഇരുന്നാലും ഇവിടെ ഇഷ്ടമായ സയ്യു. ഗൈസ് നമ്മളിപ്പോൾ പോപ്പീസിലേക്ക് വന്നേക്കണേണ്. ആദ്യമായി മേല പോയത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് സേറ ഇവിടുന്ന് ഇതിവിടെ നിന്ന് ഒരു വീഴ്ചയൊക്കെ വീണ് സേറ കരച്ചിലായിരുന്നു. അതാവില്ല, അത് നൈസായിട്ടുണ്ട്. ഒരു വെറൈറ്റി അതിൻ്റെ വലുതില്ലല്ലേ. നമ്മളിപ്പോൾ നമ്മൾ തിരിച്ച് തോമ്പുടി തന്നെ എത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ജോ മീൻ വെട്ടാൻ പഠിച്ചു. എത്രണ്ണം വെട്ടി? ഒരെണ്ണം വെട്ടി ഗൈസ്. അരമണിക്കൂർ അവൾ ഡി ആയിട്ടുണ്ട് ഗൈസ്. എന്തെന്നാ ഇന്നലത്തെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. സെറമോക്കും സൈക്കോട്ടിനും നമ്മൾ ഉടുപ്പൊക്കെ മേടിച്ചു. കേക്കിനൊക്കെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുഡ് അതിനൊക്കെ നമ്മൾ ഓർഡർ കൊടുത്തു. നമ്മൾ ഒരുപാട് പേരൊന്നും വിളിക്കണമെന്നില്ല അല്ലേ ചെയ്യാം. നാളത്തെ പോകും വീട്ടില് നമ്മുടെ അടുത്തുള്ള കുറച്ച് നെയ്ബേഴ്സിനെ, പിന്നെ ചേച്ചി ചേച്ചിയുടെ നിന്നും എന്റെ വീട്ടിൽ നിന്നും, അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല. നമ്മളെപ്പോഴും ബർത്ത്ഡേക്ക് വിളിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ. അപ്പൊ സോ ഫുഡൊക്കെ നമ്മൾ പുറത്താണ് ഓർഡർ കൊടുത്തത്. ഓർഡർ ഒരു കുറച്ച് ഫുഡ്സ്, കാരണം വീട്ടിൽ വെച്ചിട്ട് ഈ പിള്ളേരെ കൊണ്ട് എന്തായാലും അവർ ഫുഡ് കഴിക്കലും വന്നവരായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫുഡ് ഓർഡർ കൊടുത്തത്. സോ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു. പക്ഷെ സൈക്കിളിൽ നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ ബർത്ത്ഡേ ഈസ് ഇൻകംപ്ലീറ്റ്. സോ അവനെന്തായാലും ഉള്ളപ്പോൾ പോയാൽ ആ ഗിഫ്റ്റ് നമ്മൾ ഇന്ന് തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ നാളെ നമുക്ക് മോർണിംഗ് സൈക്കിളിൻ്റെ അങ്കമാടി വിടണം. അപ്പോൾ അവിടെ ഗൈസിനെ വിളിക്കുന്നുണ്ട്. സേരൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെന്ന് പറയാനില്ല.
അപ്പോൾ സൈക്കിളിന് ഇപ്പോൾ ഉള്ള സമയത്ത് നമുക്ക് എന്തായാലും മേടിക്കാൻ പോകുമ്പോൾ സൈക്കിളിൻ്റെ ക്ലാസ്സിൽ വിട്ട് നമ്മുടെ മോർണിംഗിൽ കുറച്ച് റൂട്ടീനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ഉച്ചായനും സേറമോളും കൂടെ ഇതേ സൈനൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ ഒരു ടോയ് ആണ് നമ്മൾ വാങ്ങിക്കുന്നത്. ടോയ് മീൻസ് ഒരു കാറാണ് വാങ്ങിക്കുന്നത്. സൈക്കിളിന് എപ്പോഴും അറിയാണ്ട് സൈക്കിളിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു പോയി സൈക്കിളിന് ഒരു കാറ് വേണോ ബൈക്ക് വേണോ. അപ്പോൾ സൈക്കിളിന് എപ്പോഴും കാറ് വേണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു ഡേറ്റ് അവന് ബൈക്കാണ്ട് ഇഷ്ടം, വേറെ കാര്യം. സോ ബൈക്ക് ഇപ്പോൾ വാങ്ങിച്ചു കൊടുത്താലുള്ള പണി വേറെ ഒന്നും കൊണ്ടല്ല, അവനിപ്പോൾ ഒരു സൈക്കിൾ വേണമെന്ന് വെച്ചെടുത്തിട്ട് സൈക്കിൾ ഇപ്പോൾ ചവിട്ടണമെന്നില്ല. അതൊരു ഒരു 2 ദിവസത്തെ ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നുള്ളൂ. ഇപ്പോൾ ബൈക്ക് വാങ്ങിച്ചു കൊടുത്താൽ സൈക്കിളിന് ചവിട്ടില്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ച് കാറ് വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെയാണെങ്കിൽ 2 പേരും കൂടെ അതിനുള്ളിൽ ഇരുന്ന് കളിച്ചോളുമല്ലോ. അപ്പോൾ സൈക്കിളിന് കാറും ഇഷ്ടമുണ്ടോ? കാർ ഇഷ്ടമാണ്. സോ കാറ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേക്ക് കാറ് വാങ്ങിച്ചു തരാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവന് ബർത്ത്ഡേ എന്താണെന്നും എന്താണ് ബർത്ത്ഡേ സർപ്രൈസ് ആണോ എന്നും അവന് അറിയത്തില്ല. അപ്പൊ സോ നാളെയാണ് അവന്റെ ബർത്ത്ഡേ എന്ന് അവന് അറിയാനൊന്നും പാടൊന്നുമില്ല. അവനിത് കൊടുക്കാൻ നേരത്തുള്ള അവന്റെ ഒരു സർപ്രൈസ്, അവന്റെ ആ ഒരു മൂമെന്റ് ഒക്കെ നമുക്ക് കാണണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സൈക്കിളിന് മേടിക്കാൻ വേണ്ടി നമ്മൾ കാറ് വാങ്ങിക്കാനാണ് പോണത്. നമ്മള് ജോയിൻ സാൻഡ്വിച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആയിരുന്നു. ചിക്കൻ ഞാൻ ഉണക്കിയിട്ട് കൊള്ളാം, ചായ ഇഷ്ടവും ആണോ? അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് കറങ്ങി വേറൊരു കടയിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ആ കടയിലും കൂടെ പോയി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കുണ്ടന്നൂരുള്ള വീണ്ടും സെയിം ഫസ്റ്റ് കയറിയ കടയിൽ തന്നെ എത്തിയിട്ടുണ്ട്. മേടിക്കാ ചേട്ടക്ക് ബർത്ത്ഡേ കാർ മേടിക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ സൈക്കോട്ടിന് മേടിക്കാനത് കാറ് ഇതാണ് ഗൈസ്. ഞാൻ വിചാരിച്ചാണ് സൈക്കോട്ടിനെയും റിമോട്ട് കാറ് മേടിച്ചു കൊടുക്കാൻ. അടുത്ത ഇയർ ആകുമ്പോഴത്തേക്കും ഇത് മേടിക്കാന്ന് വിചാരിച്ചു. പക്ഷേ അത് ഞാൻ കാണിച്ചു കൊടുത്തു, ഫോണിൽ കാണിച്ചു കൊടുത്തു സൈക്കോട്ട് ഇത് മതി. അഞ്ചപ്പ റിമോട്ട് കാർ വേണ്ട, എനിക്ക് ഇത് മതി. അത് 2 കാറും കൂടെ കാണിച്ചത്. അവനത് ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. അതായത് അവന്റെ മേടിച്ചെടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ വാശി പിടിച്ചില്ല. കാർ വേണമെന്ന് പറയുമെങ്കിലും ലാസ്റ്റ് പറയും ബർത്ത്ഡേക്ക് മേടിച്ചിട്ടാന്ന് പറയും. അതിന് ലാസ്റ്റ് സൈ പറഞ്ഞത് ഹാപ്പി ബർത്ത്ഡേക്ക് കാർ വേണമെന്ന് പറഞ്ഞു. എനിക്ക് ഹാപ്പി ബർത്ത്ഡേക്ക് കാർ വേണം, അല്ലെങ്കിൽ ബൈക്കാ ഫസ്റ്റ് പറയണത്. എന്നിട്ട് ബൈക്കില്ലെന്ന് പറയുമ്പോ കാർ മതി എന്ന് പറഞ്ഞ് കാറ് പറയണം. വാശി പിടിക്കാത്ത ഒരു ക്യാരക്ടറാണ് നമുക്ക് എന്തോരം വാങ്ങിച്ചു കൊടുക്കാൻ തോന്നുന്നത്. ഒന്നാമത്തെ ഒരു ഫാക്ടർ അല്ലേ ചേ? പക്ഷെ ഇവളങ്ങനെയല്ലേ എന്തെങ്കിലും പോയാൽ. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ഇവള് നോക്കി വരുന്നുണ്ട്. അല്ലെങ്കിൽ അവള് കരയും കിടന്ന് കട എവിടെയെങ്കിലും ഷോപ്പ് സൈക്കോട്ടും കരയി വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു ടോയ് ഇതുപോലത്തെ ഒരു കാറിന് വേണ്ടിയിട്ട് അവൻ കാലിന്ന് ആമീസില് ഇന്നലെ നമ്മള് ഡ്രസ്സ് വാങ്ങിക്കാൻ പോയ ഒരു ഷോപ്പാണ്. അപ്പൊ അവിടെ ഇതുപോലെ ഒരു കാറിലാണ് അവൻ കുറച്ചു നേരം അവിടെ ഓടിച്ച് കളിച്ചു. അന്നാണ് സൈക്കിളിന് ആദ്യമായിട്ട് ഈ കാറ് കയറിയിട്ടാണ് അവനൊരു എക്സ്പീരിയൻസ് വരുന്നത്, അവന് ഇഷ്ടപ്പെടുന്നത്. അന്ന് അവൻ കിടന്ന് കരഞ്ഞ് ഒച്ചപ്പാടും ബഹളം ആ കടയിൽ നിന്ന് അറിയുന്നത്. അന്ന് അവന് 2 വയസ്സ് ആവണുള്ളൂ, 2 വയസ്സൊന്നും ആയിട്ടില്ല. അപ്പൊ ആ സമയത്താണ് കരച്ചിലും ബഹളം. അപ്പൊ അന്നത്തെ വാശിക്ക് ഞങ്ങൾ വലിച്ചെടുത്തോണ്ട് വണ്ടി കയറ്റി കൊണ്ടുവന്ന്. പക്ഷെ അന്നും പറയാം അപ്പൊ കാറ് വേണം എന്നൊക്കെ. പക്ഷെ അന്ന് നമ്മൾ പക്ഷേ ഈ 2 വയസ്സിന്റെ ബേർഡേക്ക് നമ്മൾ കാറൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല. ബിക്കോസ് ആ ഒരു അതായിട്ടൊന്ന് ആക്ട് ആവാനുള്ള ടൈം കൊടുക്കണമല്ലോ. പക്ഷെ ഇപ്പൊ അവന് ഓക്കെ ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിച്ചത്. പിന്നെ അവനൊരു സ്വഭാവം എന്ന് വെച്ചാൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 2 ദിവസം ഉണ്ടാവുള്ളൂ അവന്റെ എന്തും ഒരു എക്സൈറ്റ്മെന്റ് അവന്. അത് കഴിഞ്ഞിട്ട് പിന്നെ യൂസ് ചെയ്യുന്ന ആള് സേരാ. അതുകൊണ്ടാണ് മെയിൻ റീസൺ വാങ്ങിക്കാൻ. ഒരാള് കഴിഞ്ഞാൽ തൊട്ട് പുറകെ ഒരാൾ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷൻ ഇല്ല. പിന്നെ അതുമല്ല ഇനിയിപ്പോ 2 പേർക്ക് പിന്നെ അതിരിക്കാം. അല്ല മോസ്റ്റ്ലി സായാലും പകല് സമയം ക്ലാസ്സിൽ പോകും. ആ സമയത്ത് സേറൊക്കെ കളിക്കാൻ പറ്റും. അവൻ വന്ന് എന്തായാലും കൊടുക്കൂല, ഉറപ്പാണ്. അപ്പൊ സോ എന്തായാലും സൈക്കോട്ടിന്റെ ഒരു ഫസ്റ്റ് വിഷയമായിരുന്നു. അവൻ ജനിച്ചു കഴിഞ്ഞിട്ടുള്ള അവന്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു അവൻ ഈ കാറ് വേണം എന്ന് പറഞ്ഞത്. അതായത് എനിക്ക് ഹാപ്പി ബർത്ത്ഡേ കാർ വേണം, അപ്പൊ എനിക്ക് കാറ് വേണമെന്ന് ചോദിച്ചോണ്ട് വെച്ചാൽ അതെന്തായാലും ഞങ്ങളുടെ ആ ഒരു കുഞ്ഞ് ഒരു ഇൻകത്തിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയതും നിങ്ങൾ കാരണമാണ്. അപ്പൊ സോ താങ്ക്സ് ടു യു, നിങ്ങളോടും കൂടെ നന്ദി പറയണം അതിന്. അപ്പൊ സോ ഇനി സൈക്കോട്ടിന്റെ എക്സൈറ്റ്മെന്റ് അറിയാനുള്ള ഒരു വെയിറ്റിങ്ങിലാണ് ഞങ്ങള്. കാറ് വീട്ടിൽ ചെന്നിട്ട് ഇത് മൂടിയിടണം, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കണം. ആ കാറൊക്കെ മേടിച്ചിട്ട് നേരെ ഇപ്പം രവിപുരത്തുള്ള ഹോൾസെയിലേക്ക് വന്നേക്കണേണ്. എന്തിനാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ്ട് പറ്റും. കാരണം എന്താ, ജോയിൻ ഡ്രസ് മേടിക്കാൻ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരെണ്ണം എടുക്കുള്ളൂ. പക്ഷെ ഒരെണ്ണം നല്ല സൂപ്പർ സാധനം ആയിരിക്കും. നോർമലി ഞാനുള്ള വീഡിയോസ്
വീഡിയോസിലൂടെ ഡ്രസ്സ് കാണുമ്പോൾ ഒരുപാട് പേര് കമൻറ്റ്സ് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് ഞാൻ ഡ്രസ്സ് എടുത്തതെന്ന്. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് കൂടുതലും എൻ്റെ ഡ്രസ്സസ് എടുക്കുന്നത്. ഉത്സവം എന്ന് പറഞ്ഞാൽ ഈ രവിപുരത്തെ ഷോപ്പിൽ നിന്നാണ്. അത്യാവശ്യം റീസണബിൾ റേറ്റിന് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ് ഉത്സ. ഇവരുടെ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ രവിപുരത്ത് ഇവരുടെ ഷോപ്പുണ്ട്. ഇവിടെ വന്നാൽ ഇവൻ അപ്ഡേറ്റഡ് ആണ് ഓരോ 1 വീക്ക് 2 വീക്സ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ഇവർ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കളക്ഷൻസ്. എന്തായാലും ആ ഒരു 1 വീക്ക് 2 വീക്കിൽ ഇൻ്റർവെല്ലിൽ വരുന്നവരാണെങ്കിൽ ആ കളക്ഷൻസിൽ ചേഞ്ച് നമുക്ക് മനസ്സിലാകും. ഈവൻ മാക്സ് ട്രെൻഡ്സ് അങ്ങനെയുള്ള ഷോപ്സുകളിൽ ഇല്ലാത്ത കുറേ എന്താ പറയുക എല്ലാ തരത്തിലുള്ള ആളുകൾക്ക് ഇടാൻ പറ്റിയൊരു കളക്ഷൻസ് ഉള്ളൊരു ഷോപ്പ് കേട്ടോ. ഒരുപാട് വൈഡ് റേഞ്ച് ഇല്ല, പക്ഷേ റേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല റേറ്റ് ഉള്ളതുകൊണ്ട് എന്നാൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയ ഒരു കളക്ഷൻസും ഉണ്ട്. സോ ഉത്സ രവിപുരം. ഗൈസ് ഞാൻ മേടിച്ച ഒരു കുർത്തി വിത്ത് പലാസോ പാൻറ് ഇതാണ്ടോ ഗൈസ്. നോർമൽ ഒരു കുർത്തി വിത്ത് പലാസോ ടോപ്പാണ്. ഉത്സവത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒന്നും മേടിക്കില്ലെന്ന് തോന്നുന്നുണ്ട് ചായ. അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് ഒരു സാധനം കിട്ടിയിരിക്കും. പക്ഷെ അവിടെ കിട്ടുന്ന സാധനം അടിപൊളി സാധനം ഇരിക്കും അല്ലേ. സമയം 6 മണിയായി. ഞങ്ങൾ വന്നു സൈക്കിളിൽ പോയി വിളിച്ചിട്ട് വന്നു. ഞാനും കൂടെ ഉണ്ട് പോയത്. അതിനുശേഷം കുറച്ച് വീഡിയോസൊക്കെ കവർ ചെയ്യാനുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. അതേ സേറമോള് 2 പേർക്കും കുറച്ച് ഫുഡൊക്കെ കൊടുത്തു. അതെ ഒരാൾ നല്ല ഉറക്കമായിട്ടുണ്ട്. ഇന്നത്തെ പകലുറക്കം സെറമോളുടെ കംപ്ലീറ്റ് അല്ല. സോ നൈറ്റത്തെ കഴിയും തീരുമാനമായിട്ടുണ്ട്. പാരൻസിന് അറിയാൻ പറ്റും, അമ്മമാർക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. പകൽ കറക്റ്റ് റൂട്ടിനല്ല കുഞ്ഞുങ്ങൾ ഉറങ്ങണമെങ്കിൽ ഷുവർ ഇന്നത്തെ ഉറക്കം രാത്രിത്തെ കണക്കായിരിക്കും. ഇപ്പോൾ അമ്മിച്ചിയും സയാനും ചാനും കൂടെ നാളെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇവിടെയുള്ള നെയ്ബേഴ്സിൻ്റെ അടുത്തൊക്കെ പറയാൻ പോയേക്കുവാണ് നാളെ ഈവനിങ് കേക്ക് കട്ടിങ്ങിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ നാളെ ഇവിടെ ആയിരിക്കും ഡിന്നറൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ അത്യാവശ്യം എല്ലാവരും വിളിക്കാനുള്ള ഇവിടെ അടുത്തുള്ള കുറച്ച് നെയ്ബേഴ്സിനെ മാത്രം വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോകും. അവിടെ ഒരാളവിടെ നിർത്തിയിട്ട് നമ്മൾ ഫോറമാളിൽ പോകണം. സോ സൈനൊരു ബെസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയത് എന്നെ ഭയങ്കര താങ്ക്ഫുൾ ടു ഗോ. സോ എവിടെ പോയി ചേച്ചി? മിഠായി മേടിക്കാനാണ് പോയത്. എല്ലാവരോടും പറഞ്ഞാ ബർത്ത്ഡേക്ക് വരണമെന്ന് പറഞ്ഞാ? ഇതെന്താണ് അവിടെ കാലോ കൊണ്ടുവന്നിട്ടേക്കണ? സ്ഥിരം തറവാടായിട്ടുണ്ട്. ലുലു അടുത്തായിരുന്നെങ്കിൽ ലുലു ആയ തറവാട് എന്നിട്ടും പോയിക്കൊണ്ടിരുന്ന വെച്ചത്. ബട്ട് ട്രാഫിക് എടപ്പള്ളിയിലുള്ള ട്രാഫിക് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പം ഇവിടെ പിടിച്ചേക്കുന്നത്. പിന്നെ ഇവിടെ കണക്കാണ് 2 വീലറിൽ വന്നോണ്ട് അറിഞ്ഞില്ല ട്രാഫിക് അല്ലേ. പിന്നെ സോ വി ആർ ഗോയിങ് ടു ഇവിടെ വന്നാൽ ഇപ്പത്തെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുത്തിട്ട് ക്യാരറ്റ് ആണ് സൈക്കോട്ടന് ക്യാരറ്റ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ നാളെ ഇവിടെ സ്പെഷ്യൽ സ്റ്റൂ ഉണ്ടാവും. ഹൈപ്പറില ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പിസാട്ടി വന്നിങ്ങനെ ജോന് വിശക്കണുണ്ട്. കൂടുതൽ ഞാനും കഴിക്കൂട്ടെ കഴിച്ചു. ഷെയറൊക്കെ ഈ കാർഡ് കൊടുക്കണ ഭയങ്കര ഇഷ്ടമാണ്. ജോൻ തീരെ വയ്യ. ജോൻ നടന്ന് ക്ഷീണിച്ചിരുന്ന് ഫുൾ ബിസി ആയിരുന്നല്ലേ. നല്ല പിസ്സ റെഡി ആയിട്ടുണ്ട് ഗൈസ്. സേറ അമ്മയുടെ പുറകെ അടക്കണേ. ജോനത് കുഞ്ഞായ്മനോണ്ട് ഭയങ്കര സങ്കടമാണ് ഗൈസ്. ചില്ലി ഫ്ലേക്സ് വേണോ? കഴിക്കാൻ പറ്റുള്ള കേട്ടോ. നമുക്ക് പിസ്സ നോർമൽ തിന്നണ പോലെ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ കുട്ടിക്ക് അങ്ങനെ ഇവിടെ ഈ കുട്ടി ടേസ്റ്റ് ഉണ്ടെങ്കിൽ തിന്നാൻ തുടങ്ങിയിട്ട് വേണം പറയും. നോക്കടാ കുഞ്ഞാടി നീ കഴിക്കടി. ഇഷ്ടമായാ?